ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെയും ഉച്ചക്കത്തെയും കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇന്ന് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മക്കൾ സ്കൂളിൽ പോയാൽ എല്ലായിടത്തും ഇതേപോലെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. അവരെ ബുക്കും പിന്നെ അതുപോലെ ഡ്രസ്സും എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ അതൊക്കെ ശരിയാക്കി എടുത്തിട്ട് വേണം. ഇത് ആടലോടകമാണ്. അത് ഞാൻ കുറേ ആയി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഒരാളിങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ്. അവരൊക്കെ പോയിട്ട് വേണം അതൊന്ന് കുഴിച്ചിടാനെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഉള്ളിൽ തന്നെ വെച്ചതാണ്. ബെഡ്റൂമും കിച്ചണും എല്ലാതും ഇതേപോലെ തന്നെ നല്ല പരന്നിട്ട് കിടക്കുകയാണ്. ഇനി ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വരട്ടെ. എല്ലായിടത്തും ഒന്ന് നേരാക്കി ഇട്ടിട്ടുണ്ട്. ഇനി കിച്ചണാണ് ലാസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഫസ്റ്റ് കിച്ചണിൽ നിന്നാണ് തുടങ്ങൽ. ഇന്ന് ഞാൻ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ലിവിങ് ഏരിയയും അതേപോലെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഈ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൽ എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം മിക്സിയൊക്കെ അവിടുന്ന് ഊരി മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂലേറ്റും മാറാലൊക്കെ ഉണ്ട് ഒന്ന് തട്ടി കൊടുക്കുകയാണ്. മാറാല തട്ടൽ കഴിഞ്ഞാൽ പിന്നെ ചുമരിലെ ടൈലും അതേപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതൊരു നല്ലൊരു ക്ലോത്ത് കൊണ്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ്. അങ്ങനെ 2 പ്രാവശ്യം തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുക്കാനുള്ളതൊക്കെ ശരിയാക്കുകയാണ്. ഇത് ട്രേയാണ്. അതിൽ ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് സാധനങ്ങൾ വെച്ച് കൊടുക്കൽ. കൗണ്ടർ ടോപ്പിൽ ഞാൻ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വെച്ച് കൊടുക്കൽ. ഉപ്പ്, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നെയ്യ് എടുക്കുന്ന ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടി ലേശാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി ഒന്ന് നന്നായിട്ട് തുടച്ച് കൊടുക്കുകയാണ്. മിക്സി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് തുടച്ചെടുത്തേക്കാണ്. നിങ്ങൾ തുടക്കുമ്പോൾ ഇതേപോലെ തന്നെ കൂടുതൽ വെള്ളമാക്കിയിട്ടൊന്നും തുടക്കണ്ട. മിക്സി ചിലപ്പോൾ കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ വെള്ളം മിക്സിയിൽ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്താൽ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. ഇനി ഞാൻ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കണ മുളക് പൊടി, മല്ലി, മഞ്ഞൾ, അതേപോലെ തന്നെ ജീരകങ്ങൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡിലാണ് വെച്ച് കൊടുക്കൽ. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതും ഞാൻ അവിടെ ഒരു സൈഡിലാക്കിയിട്ട് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. ഇനിയുള്ളത് ഗ്യാസ് സ്റ്റൗവാണ്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത പോലെ തന്നെ ആദ്യം നന്നായിട്ടൊന്ന് സോപ്പ് ഒക്കെ ഇട്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഗ്യാസ് സ്റ്റൗവും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവൊക്കെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഇനി ചോറ് വെന്തിട്ടുണ്ട്. മക്കൾ പോകുമ്പോൾ തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഊറ്റൽ മുഴുവനായിട്ടില്ല. അപ്പം ഇനി അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ചോറ് അങ്ങനെ ഊറ്റണുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള ഭാഗം കൂടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുകയും ചെയ്യുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് തൈര് ഒഴിച്ച് വെക്കുകയാണ്. അതായത് ദിവസം പാല് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് ലേശം തൈരിന് വേണ്ടിയിട്ട് മാറ്റി വെക്കലുണ്ട്, ഒഴിച്ച് വെക്കും. അങ്ങനെ അതൊരു പാത്രത്തിൽ
പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു ഡബ്ബയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മഴയത്ത് എന്തിനാ തൈര് എന്നുള്ളത്. ഇവിടെ ഹസ്ബൻഡിന് എന്നും വേണം തൈരോ അല്ലെങ്കിൽ മോരോ എന്തെങ്കിലുമൊക്കെ ചോറിൻ്റെ കൂടെ ഏത് കൂട്ടാനുണ്ടെങ്കിലും അതിൻ്റെ കൂടെ വേണം. അതുകൊണ്ട് ഞാനിങ്ങനെ ലേശം ഒഴിച്ച് വെക്കലാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ അവരോട് ഡോക്ടർ തന്നെ പറഞ്ഞതാണ് ഭക്ഷണത്തിൽ നന്നായിട്ട് തൈരോ മോരോ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ, അതേപോലെ പാല് കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തൈരും മോരും നല്ലോണം ഉപയോഗിക്കലുണ്ട്. ഈ ഡബ്ബ ഞാൻ ഇതിനായിട്ട് തൈര് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുക. അതിൻ്റെ ഇടയിലൂടെ ചോറ് ഊറ്റുന്നുണ്ട്. പിന്നെ ഇനി ആ പാത്രത്തിൽ ലേശം കൂടെ തൈര് ബാക്കിയുണ്ട്. അത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇന്ന് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡബ്ബയിൽ ഒഴിച്ച് വെച്ചതും അതേപോലെ തന്നെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതും രണ്ടും തന്നെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. ചോറും കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാട്ടാണ്. ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.